ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർക്ക് ശ്വാസതടസ്സം നേരിട്ട് വല്ലാത്ത അസ്വസ്ഥതകൾ കാണിക്കുന്ന കണ്ടപ്പോഴേക്കും രമണപിള്ള വേഗം തന്നെ സത്യാമ്മയെ വിളിക്കുന്നു. സത്യാമ്മ അരികിലേക്ക് ഓടിയെത്തി എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോൾ രാഘവൻ സാറിന് ശ്വാസതടസ്സം ഉണ്ടെന്ന് ആശങ്കയോടെ രമണപിള്ള അറിയിച്ചു. അപ്പോഴേക്കും നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സത്യാമ്മ എത്ര നിർബന്ധിച്ചിട്ടും രാഘവൻ നായർ പോകാൻ കൂട്ടാക്കുന്നില്ല. രാഘവൻ നായർ താൻ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നും എങ്ങോട്ടും പോകുന്നില്ലെന്നും വിഷ്ണുവിന്റെ കയ്യിൽ അന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോ ഇങ്ങനെ ഒരു വട്ടം വന്നപ്പോ ഡോക്ടറെ പോയി കണ്ടുവെന്നും അന്ന് ഒരു ഇൻഹേലർ തന്നിട്ടുണ്ടെന്നും അത് വിഷ്ണുവിന്റെ കയ്യിലാണെന്നും വിഷ്ണു എടുത്ത് വെച്ചിരിക്കുന്നതെന്നും അത് തന്നാൽ മതി, അപ്പോ എനിക്കത് മാറുമെന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വെച്ചു. ഇത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, വിഷ്ണുവിന്റെ കയ്യിലാണെങ്കിൽ അവൻ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു രാഘവൻ നായരോട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വീണ്ടും സത്യാമ്മ നിർബന്ധിക്കുമ്പോൾ വിഷ്ണുവിനെ വിളിച്ചു ചോദിക്കേ അവനറിയാം എനിക്കത് മതി, ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ വാശി പിടിച്ചു. അപ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തിയത്. ശാലിനി വന്നിറങ്ങിയതും സത്യാമ്മ വല്ലാതെ വെപ്രാളപ്പെടുന്ന കണ്ടപ്പോ ശാലിനി അരികിലേക്ക് ഓടിയെത്തി. എന്തു പറ്റി സത്യാമ്മയെന്ന് ചോദിച്ചപ്പോ സത്യാമ്മ ആശങ്കയോടെ ശാലിനിയോട് പറഞ്ഞു, ദേ ഇത് കണ്ടില്ലേ, രാഘവേട്ടന് ശ്വാസം മുട്ടലാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ശ്വാസം മുട്ടൽ ഉണ്ടായപ്പോ വിഷ്ണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടുന്ന് ഡോക്ടർ ഇൻഹേലർ കുറിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അത് വലിച്ചാൽ മാറുമെന്നാണ് രാഘവേട്ടൻ പറയുന്നത്. പക്ഷേ ഇൻഹേലർ എവിടെയാന്ന് എങ്ങനെ അറിയാവുന്നത്? അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണുവിനോട് വിളിച്ചു ചോദിക്ക്, അവൻ അറിയാം എന്ന് പറയുമ്പോഴേക്കും സത്യമാകെ ടെൻഷനോടെ ശാലിനിയോട് പറഞ്ഞു, വിഷ്ണുവിനോട് എങ്ങനെ ചോദിക്കാൻ, അവൻ എവിടെയാണെന്ന് എങ്ങനെ അറിയാം? അവന് വീടും വേണ്ട, കുടുംബവും വേണ്ട, അച്ഛനും അമ്മയും ആരും തന്നെ വേണ്ടല്ലോ, ഭാര്യയും കുട്ടികളെയും എല്ലാം ഉപേക്ഷിച്ച് അവൻ എവിടെയോ പോയി കിടക്കുകയല്ലേ. ഇവനെ പോലെ ഒരുത്തൻ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഏത് നാട്ടിൽ പോയാലും അവൻ ഒരിക്കലും ഗതി പിടിക്കില്ല. അവനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയുള്ളൂ. സ്വന്തം അച്ഛനാണ് ഈ അവസ്ഥയിലൂടെ കിടക്കുന്നത്. ഇതൊന്നും അറിയാതെ അവൻ ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ എന്നൊക്കെ വിഷ്ണുവിനെ ശപിച്ചുകൊണ്ട് സത്യാമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, സത്യാമ്മേ എന്ന് വിളിച്ചതും ഉടനെ സത്യഭാമ പറഞ്ഞു, അതെ, ഞാൻ അവനെ നൊന്ത് പ്രസവിച്ച അമ്മയാ, ഞാൻ അവനെ ശപിക്കുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം ദണ്ണമുണ്ട്. കണ്ടില്ലേ ആ മനുഷ്യൻ കിടന്ന് ആ മരണവെപ്രാളം പിടിക്കുന്നത്. ഈ സമയത്ത് അവനിതൊന്നും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ അവൻ എവിടെ പോയി കിടക്കുവാണോ വാ എന്നൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ എന്തായാലും മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ, എവിടെയോ ഏതോ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ വിഷ്ണുവിനെ ശപിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ട് സഹിക്കാനാകാതെ ശാലിനി പറഞ്ഞു, സത്യാമ്മയെ നമുക്ക് എവിടെയെങ്കിലും നോക്കാം, വിഷ്ണുവേട്ടൻ അത് എടുത്തു വെച്ചിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെയല്ലേ, ഏതെങ്കിലും ഷെൽഫിൽ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാമെന്ന് പറഞ്ഞ് ശാലിനി എല്ലാവരെയും വിളിച്ച് വേഗം ആ വീടിനകത്തെല്ലാം പരിശോധിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്റെ പ്രിസ്ക്രിപ്ഷൻ കാണുമല്ലോ, അതെടുക്ക്, ഞാൻ പോയി വേഗം മേടിച്ചിട്ട് വരാമെന്നൊക്കെ ശാലിനി സത്യാമ്മയോട് അറിയിച്ചു. ഉടനെ ആകെ ടെൻഷനോടെ എല്ലാവരും വെപ്രാളപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോഴാണ് ശിവൻ അവിടേക്ക് മടങ്ങിയെത്തിയത്. ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും വേഗം തന്റെ കയ്യിലിരുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ആ ഫയലുമായി ശിവൻ വേഗം അകത്തേക്ക് ഓടിയെത്തി. അവിടെ രാഘവൻ നായർ കിടക്കുന്നത് കണ്ട് അരികിലേക്ക് ഓടിയെത്തി ചോദിച്ചു, അച്ഛൻ എന്താ പറ്റിയത്, എന്തു പറ്റി എന്ന് ശിവൻ വന്ന് അന്വേഷിച്ചപ്പോഴേക്കും ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ വിഷ്ണു, ആ ഇൻഹേലർ എവിടെ, അത് വേണം, അത് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും രാഘവൻ നായർ പറയുന്നത് കേട്ട് ശിവനാകെ സംശയത്തിലായി. ഇൻഹേലറോ, അതെവിടെയാച്ചാ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ മോനെ നീയല്ലേ എടുത്തു വെച്ചത്, പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനോട് എടുത്തോണ്ട് വരാനായി നിർബന്ധിച്ചു. ഞാൻ എവിടെ വെച്ചെന്നാ എന്ന് പറഞ്ഞ് ആകെ സംശയപ്പെട്ട് ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്താ സംഭവം എന്നറിയാതെ ശിവനാകെ വെപ്രാളത്തിൽ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോ ശിവന്റെ നെഞ്ചിലേക്ക് തള്ളി പിടിച്ചുകൊണ്ട് രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ നീ വേഗം ചെന്ന് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ആ നെഞ്ചിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ശിവന്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ ഓടിയെത്തി. ശിവൻ ആ വീടിനകത്തുള്ള ഒരു മുറിയും അതിനകത്ത് എവിടെയോ ഭദ്രമായ ഇൻഹേലർ ഇരിക്കുന്നതായിട്ടും ശിവൻ ഓർമ്മ വന്നു. പെട്ടെന്ന് ശാലിനി പറഞ്ഞു, ഇനിയിപ്പോ അത് എവിടുന്ന് തപ്പിയെടുക്കാനാ, എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അത് എവിടെ ഇരിക്കുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞ് വേഗം ആ ഫയല് ആ ചെയറിലേക്ക് വെച്ചിട്ട് ശിവൻ വേഗം അകത്തേക്ക് ശിവൻ പോയതിന് തൊട്ട് പിന്നാലെ ശാലിനിയും മുറിയിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അവനറിയാം, അവൻ എടുത്ത് വെച്ചിരിക്കുന്നത് അവൻ എടുത്തോണ്ട് വരുമെന്ന് പറഞ്ഞ് രാഘവൻ നായർ അവിടെ ആ ബെഞ്ചിൽ കിടന്ന് അങ്ങനെ ചാവടിയിൽ കിടന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ശിവൻ വേഗം തന്നെ ശാലിനിയുടെയും വിഷ്ണുവിന്റെ റൂമിലേക്ക് എത്തി. അവിടുത്തെ മേശയെ വലിപ്പെല്ലാം പരിശോധിച്ചു. അത് ഇവിടെ എവിടെയുണ്ട്, ഈ മുറിയിലുണ്ട് എന്ന് ശിവൻ ഉറപ്പിച്ചു പറഞ്ഞു. ശിവൻ വേഗം തന്നെ ചെന്ന് ആ കബോർഡൊക്കെ തുറന്ന് അതിനകത്ത് നല്ല പരിചയമുള്ള പോലെ അവിടെ എല്ലായിടവും പരിശോധിക്കുന്നു. ശാലിനി ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോൾ ശിവൻ പെട്ടെന്ന് ആലോചിച്ചു, ഇവിടെ തന്നെയാണല്ലോ ഞാനത് കണ്ടത്. ഉടനെ തന്നെ ശിവന് വേഗം ആ അലമാരിയുടെ മുകളിലൊന്ന് പരിശോധിക്കാനായിട്ട് തോന്നലുണ്ടായി. വേഗം ആ കബോർഡിന് മുകളിലേക്ക് കൈ ഒന്ന് എത്തിപ്പിടിച്ചതും അവിടെ ആ ഇൻഹേലർ ശിവന്റെ കയ്യിൽ തടഞ്ഞു. ശിവൻ ആ ഇൻഹേലർ കയ്യിലെടുത്തിട്ട് അതിശയത്തോടെ പറഞ്ഞു, ദേ ഇത് ഇവിടെ ഭദ്രമായി വെച്ചതാ, കുട്ടികൾ ആരും എടുത്ത് കളിക്കാതിരിക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നതാ എന്ന് പറഞ്ഞ് ശിവൻ വേഗം തന്നെ
അതുമായി പോകുന്ന കണ്ടപ്പോഴേക്കും ശാലിനിക്കാകെ സംശയമായി. ശിവൻ എന്തൊക്കെയായി പറഞ്ഞത് എന്ന് അങ്കലാപ്പോടെ ഞെട്ടലോടെ ശാലിനി അത് കേട്ടുകൊണ്ട് വിശ്വസിക്കാനാകാതെ വേഗം ശിവന് പിന്നാലെ താഴേക്ക് ഓടിയെത്തി. ശിവൻ വേഗം തന്നെ ഇൻഹേലറുമായിട്ട് രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛാ അതാ കിട്ടി, ഇൻഹേലർ കിട്ടി എന്ന് പറഞ്ഞ് വേഗം രാഘവൻ നായരുടെ മുഖത്തേക്ക് ആ വായിലേക്ക് ആ ഇൻഹേലർ അടുപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും രാഘവൻ നായർക്ക് വളരെ ആശ്വാസം തോന്നി. ശാലിനി ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. ശിവൻ അത് ചെന്ന് രാഘവൻ നായർക്ക് ആ ഇൻഹേലർ എടുത്ത് അടിച്ചതും ഒക്കെ കണ്ടപ്പോഴേക്കും രാഘവൻ നായരുടെ അസ്വസ്ഥതകൾ കുറെ മാറി. അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും മാറിയുടെ മോനെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശിവനെ കെട്ടിപ്പിടിച്ച് ശിവനെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഉടനെ ശിവനും അച്ഛനൊരു ഉമ്മ കൊടുത്തിട്ട് അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശിവൻ രാഘവൻ നായരെ ചേർത്ത് പിടിച്ചു. ഉടനെ പതിയെ ശിവനെ രാഘവൻ നായരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പിള്ളച്ചേട്ടനോട് പറഞ്ഞു, പിള്ളച്ചേട്ടാ അതാ ഈ ഇൻഹേലർ വെച്ചോ, ഇനി എപ്പോഴേലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് അത് പിള്ളച്ചേട്ടന്റെ കയ്യിലേക്ക് ഭദ്രായി ഏൽപ്പിച്ചു. അച്ഛനെ പിള്ളച്ചേട്ടൻ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഇൻഹേലർ പിള്ളച്ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അച്ഛനെ സത്യാമ്മയോടൊപ്പം നേരെ റൂമിലേക്ക് പറഞ്ഞയച്ചു. പൊന്നിയും അവരോടൊപ്പം അകത്തേക്ക് കയറിപ്പോയപ്പോ ശിവന് വല്ലാത്ത ടെൻഷനായി. തന്റെ നെഞ്ചില് എന്തോ ഒരു വേദന വല്ലാതെ കൊളുത്തി വലിക്കുന്നത് പോലെ ശിവന് തോന്നുകയും നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ശിവൻ വല്ലാത്ത ടെൻഷനിൽ അങ്ങനെ നിന്നു. ഉടനെ ഇതെല്ലാം കണ്ടു നിന്ന ശാലിനിക്ക് ആകെ സംശയമായി. ശിവന്റെ അടുത്തേക്ക് എത്തി ശാലിനി ചോദിച്ചു, ശിവ, വിഷ്ണുവേട്ടൻ വെച്ച ആ ഇൻഹേലർ എവിടെയായിരുന്നതെന്ന് ശിവൻ എങ്ങനെയാ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? അതെങ്ങനെയാ ശിവന് മനസ്സിലായത് എന്ന് ശാലിനി ചോദിച്ചപ്പോഴേക്കും അതിന് വലിയ IAS ബുദ്ധിയൊന്നും വേണ്ട, കളക്ടറുടെ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മള് വീട് പൂട്ടി താക്കോലൊക്കെ എവിടെയാ വെക്കാറുള്ളത്? ഒന്നെങ്കിൽ ചവിട്ടിയുടെ അടിയില്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ കഴുക്കോലിനിടയിലോ അവിടെ എവിടെയെങ്കിലും അങ്ങനെയല്ലേ വെക്കാറുള്ളത്. അതുപോലെ തന്നെ ചിന്തിച്ചാൽ മതി. ഇതും ഇൻഹേലർ അല്ലേ, കുട്ടികൾ ആരും എടുക്കാതിരിക്കാനായി ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആ മുറിയിലെ അലമാരിലേ സൂക്ഷിക്കുകയുള്ളൂ. അത് കുട്ടികളുടെ കൈ എത്തുന്ന സ്ഥലത്താണെങ്കിൽ അവരെടുക്കാതിരിക്കാനായി അതിന് മുകളിലായിട്ട് ഭദ്രമായിട്ട് വെക്കും. അത്രേ ഞാനും ചിന്തിച്ചുള്ളൂ എന്ന് ശിവൻ ശാലിനിയോട് പറഞ്ഞു. ശാലിനി അതൊന്നും വിശ്വസിക്കാനാകാതെ ഞെട്ടലിൽ അങ്ങനെ ശിവനെ നോക്കി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ശിവൻ പറഞ്ഞു, അതെ, ഈ ഒരു വെപ്രാളത്തിൽ തരാൻ മറന്നുപോയി, ഇതാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ആ ഫയൽ എടുത്ത് ശാലിനിയുടെ നേരെ ശിവൻ ഏൽപ്പിച്ചു. ശാലിനിയുടെ കയ്യിലേക്ക് ആ ഫയൽ കൊടുക്കുമ്പോഴേക്കും ശിവനാകെ ടെൻഷനിൽ അങ്ങനെ ശാലിനി നോക്കുമ്പോൾ ശാലിനിയുടെ മനസ്സിൽ 100 കൂട്ടം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഉടനെ അകത്ത് നിന്ന് രാഘവൻ നായർ വിളിച്ചു, അച്ഛാ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കി ശിവൻ പറഞ്ഞു, ഇതാ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വേഗം ശിവൻ അകത്തേക്ക് പോകുമ്പോൾ ശാലിനിയുടെ സംശയം അതോടെ മാറാതെ സംശയത്തോടെ തന്നെ ശാലിനി അങ്ങനെ നിന്നു. അകത്തേക്ക് കയറിപ്പോയ ശിവന്റെ മനസ്സിൽ അപ്പോഴേക്കും അതുപോലെ തന്നെ സംശയങ്ങൾ വന്നു. എങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ആ ഇൻഹേലർ ഇരുന്ന സ്ഥലം വന്നത്? ശരിക്കും ശാലിനി ചോദിച്ച അതേ ചോദ്യം തന്നെ എനിക്കും തോന്നുന്നുണ്ട്. എങ്ങനെയാ ഞാനത് മനസ്സിലാക്കിയത്? വിഷ്ണു വെച്ച ആ ഇൻഹേലർ ഞാൻ എങ്ങനെ മനസ്സിലാക്കി? അത് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെയാ തോന്നിയത്? എന്നെ ആരോ തോന്നിപ്പിക്കുന്നത് പോലെ, ആരോ എനിക്ക് പറഞ്ഞു തരുന്ന പോലെയാണല്ലോ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. എന്തായിരിക്കും അതിന് കാരണം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ആലോചിച്ച് സംശയത്തോടെ ശിവൻ അങ്ങനെ നിന്നു. ശാലിനിയും അതേ സംശയത്തിൽ തന്നെ ആകെ കുഴഞ്ഞ് എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ കാരണം എന്നറിയാതെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം കുടുംബശ്രീയില് ശാരികയുടെ കുഞ്ഞ് വല്ലാതെ വിശന്ന് നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും പുറത്ത് സിറ്റൗട്ടിലിരുന്ന് നഖത്തില് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന ശ്യാമ കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടിട്ടും താനൊന്നും കേട്ടില്ല എന്ന ഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തു പോയിട്ട് വന്ന ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോ സിറ്റൗട്ടിലിരുന്ന് മൊബൈലും കുത്തുന്ന ശ്യാമയെ കണ്ടിട്ട് ചോദിച്ചു, ഇനി കുഞ്ഞ് കിടന്ന് കരയുന്ന കേട്ടില്ലേ? ആ കുഞ്ഞ് എത്ര നേരമായി? കുറെ നേരമായല്ലോ കരയുന്ന പോലെ തോന്നുന്നു. നിനക്ക് ആ കുഞ്ഞിനെ ഒന്ന് എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഓ, എനിക്ക് കുഞ്ഞിനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തിനാ ഞാൻ ആ കുഞ്ഞിനെ എടുക്കുന്നത് എന്ന് ചോദിച്ചതും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, എടി നീ ഒരു പെണ്ണല്ലേ? ഒരു കുഞ്ഞ് കരയുന്ന ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ പോലും അതിനെ ചെന്നൊന്ന് എടുക്കുകയും അതിന്റെ കരച്ചിൽ മാറ്റാൻ നോക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ഓ, ഞാൻ എന്തിനാ എടുക്കുന്നത്? അത് എന്റെ കുഞ്ഞല്ല, എനിക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സും ഇല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു കുഞ്ഞിനെ ഞാൻ വളർത്തിയതാണ് ഇതുപോലെ തന്നെ. എന്നിട്ട് ഒടുക്ക എന്താ ചെയ്തത്? ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് പറിച്ച് വേറൊരാൾക്ക് കൊടുത്തു. ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എനിക്കൊരു കുഞ്ഞിനെ കാണുകയും വേണ്ട, കുഞ്ഞിനെ വളർത്തുകയും വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെടുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശ്യാമേ, നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുന്നുണ്ട്. നീ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. ഇത് നിന്നെ ഈശ്വരൻ തന്നെ ഇതിനൊക്കെ നിന്നോട് തിരിച്ചു ചോദിച്ചോളും, നിന്റെ ഈ സ്വഭാവത്തിനൊക്കെ എന്ന് പറഞ്ഞതും ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ വേഗം തന്നെ അകത്തേക്ക് പോയി. ഓ, പിന്നെ ദുർവാസാവല്ലേ ഇങ്ങനെ ശപിച്ചിട്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ വീണ്ടും തന്നെ ജോലി തുടരുമ്പോഴേക്കും കുഞ്ഞിനെ ചെന്ന് ഓടിച്ചെന്ന് ഗോപാലകൃഷ്ണൻ എടുത്ത് മുത്തശ്ശൻ വന്നല്ലോ എന്ന് പറഞ്ഞ്
കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ ശാരിക ചോദിച്ചു, എന്താ അച്ഛാ, എന്ത് പറ്റി എന്ന് ചോദിച്ചതും, കുഞ്ഞ് കുറെ നേരമായല്ലോ കിടന്ന് കരയുന്നു, നീ ഇത് എവിടെയായിരുന്നോ എന്ന് ചോദിച്ചപ്പോ, ഞാനേ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് പോയതാ അച്ഛാ എന്ന് പറഞ്ഞ് വേഗം ശാരിക കുഞ്ഞിനെ ഗോപാലകൃഷ്ണ കൈയിന്റെ നിന്ന് വാങ്ങിച്ചു. മോൾക്ക് കുറച്ച് പാല് കൊടുക്കുക, വിശന്നിട്ടാവും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ശാരികയ്ക്ക് കൈമാറി ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് ശാരിക കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ രോഹിത് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. ഓട്ടോയിൽ വന്നിറങ്ങിയ രോഹിത് വേഗം ശ്യാമയോട് ചോദിച്ചു, കുഞ്ഞിന്റെ കരച്ചില് അങ്ങ് വഴി വരെ കേൾക്കാവല്ലോ, എന്തു പറ്റി, നിനക്ക് കുഞ്ഞിനെ ഒന്ന് എടുത്തുകൂടായിരുന്നോ എന്ന് രോഹിത് ചോദിച്ചപ്പോഴേക്കും, ഓ അത് ശരി, അങ്ങ് വഴി വരെ കുഞ്ഞിന്റെ കരച്ചില് കേട്ടോ. അല്ല ഇപ്പൊ എന്താ വേണ്ടത്, കുഞ്ഞിന്റെ അപ്പൂപ്പൻ എടുത്തോളും, അല്ലാതെ ഇപ്പൊ ഞാൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്യാമയോട് രോഹിത് പറഞ്ഞു, എന്റെ ശ്യാമേ, നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ, ഓ അതെ, ഇനി അടുത്തയാളുടെ ഉപദേശം, അതെ ഞാൻ മടുത്തു, കൊച്ചിന്റെ കരച്ചിലും ബഹളവും, ഇന്നത്തെ ദിവസം ഈ കൊച്ച് കരച്ചിൽ കൊണ്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, എന്റെ ശ്യാമ നീ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കരുതേ. അപ്പോഴാണ് രോഹിത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കവർ കണ്ടത്. വേഗം ശ്യാമ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ചോദിച്ചു, ആഹാ ഇത് കൊള്ളാലോ, പഴോ, ഇത് ആര് പറഞ്ഞു, എങ്ങനെ എന്ത് തോന്നി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അല്ല ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, പാല് കുടിക്കുന്ന അമ്മമാർക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്, എന്നാലേ പാലുണ്ടാവുള്ളൂ എന്നും കുഞ്ഞിനെ കുടിക്കാൻ പാല് കിട്ടുള്ളൂ എന്നും ഒക്കെ, അതുകൊണ്ട് ഇന്നിപ്പോ നോക്കിയപ്പോ പഴയ കിട്ടിയുള്ളൂ, വേറെ ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ, ഓ അത് ശരി, ഞാൻ എന്തെങ്കിലും കാര്യം മേടിക്കാൻ പറയുമ്പോഴാണ് ഇവിടെ നിങ്ങൾക്ക് പണമില്ല, പിന്നെ ആട്ടെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നത്, ഇതിപ്പോ ആരും പറയാതെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുക അല്ലെ. അതെ രോഹിത് എന്റെ ഭർത്താവാ, അല്ലാതെ എന്റെ ചേച്ചിയുടെ അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്റെ ശ്യാമ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, അതെ ഞാനിത് പറയുമ്പോഴാ കുഴപ്പം, നിങ്ങളെല്ലാവരും എന്നെ വിഡിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് ഇവിടെ ആവശ്യമില്ലാതിരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഞാൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴേക്കും അതൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാനും പറ്റില്ല, ഇതിപ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നും ചെയ്യുവല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് പറഞ്ഞു, നീ ഇതെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യ്, ഇനി ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഒരു കുഞ്ഞിനെ നോട്ടവും കുഞ്ഞിന്റെ അമ്മയെ നോട്ടവും ഒക്കെ, ഓ അയാളുടെ ഒരു പഴം, എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാനേ അത്രയ്ക്കങ്ങ് പൊട്ടിയാവില്ല, കാരണേ എന്റെ ജീവിതം കൈവിട്ടു പോവുക എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ആ പഴം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ നിന്നു. പിന്നീട് കാണുന്നത് സോമശേഖരനും സംഘവും കൃത്യമായി ആരെ എയിം ചെയ്ത് നിൽക്കുന്ന പോലെ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അതെ അവന്മാർ ഈ വഴി വരുമെന്നാ പറഞ്ഞത്, നല്ല ഒന്നാന്തരം സാധനമാണെന്നാ പറഞ്ഞത്, ഒരു കാരണവശാലും അവന്മാരെ വെറുതെ വിടരുത്, ചിലപ്പോ അവന്മാരതെല്ലാം അടിച്ചു കയറ്റിയിട്ട് നല്ല ഫോമിലായിരിക്കും വരുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു ബൈക്കുകാരൻ അതിലെ വരുന്നത് കണ്ടു. ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ അതുവഴി വന്ന് ഒരു കോൺസ്റ്റബിളിനെ കൈ ഉയർത്തി കാണിച്ച് ഹായ് എന്ന് പറഞ്ഞ് ബായ് പറഞ്ഞ് അയാൾ വണ്ടിയുമായിട്ട് പോയി. ഇത് കണ്ടതും സോമശേഖരൻ ചോദിച്ചു, എടോ എന്താ താനേ കാണിച്ചത്, അയാള് വിട്ടുപോയത് കണ്ടില്ലേ? അത് കേട്ടതും ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ അത് എന്റെ ഒരു സുഹൃത്തിന്റെ അളിയനാ എന്ന് പറഞ്ഞതും, ഓ അളിയനും മച്ചമ്പിയൊക്കെ അങ്ങ് വിട്ടു പോകും, ഹെൽമറ്റ് പോലും ഇല്ലാതാ പോലീസിന്റെ മുന്നിലൂടെ ഇങ്ങനെ വലിയ സാറ് കളിച്ച് പോയത്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വൈകിട്ടേ എല്ലാം കഴിഞ്ഞ് പിരിക്കാനായിട്ട് വരുമ്പോഴേക്കും കൈ നീട്ടുമ്പോഴാണ് യുദ്ധം മാറുന്നത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് സോമശേഖരൻ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ അതുവഴി ശിവന്റെ ജീപ്പ് എത്തി. ഉടനെ സോമശേഖരൻ പറഞ്ഞു, എടോ ഇത് അവനല്ലേ എന്ന് ചോദിച്ചതും അതെ സാറേ എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു. പെട്ടെന്ന് ശിവൻ വണ്ടിയുമായിട്ട് സോമശേഖരന്റെ മുന്നിലേക്ക് വന്ന് വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് വേഗം സോമശേഖരൻ പുറത്തേക്ക് ഇറങ്ങി, സോമശേഖരന്റെ മുന്നിലേക്ക് ശിവൻ ചാടി ഇറങ്ങി വന്നു. ശിവനെ കണ്ടതും സോമശേഖരൻ ഒന്ന് പരിങ്ങി. ഓ അത് ശരി ഇവനാണോ എന്ന് ചോദിച്ചു. ശിവൻ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ സോമശേഖര, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ് ശിവൻ സോമശേഖരനോട് തന്നെ പരിചയമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും സോമശേഖരൻ പറഞ്ഞു, ഓ നിന്നെ പരിചയമില്ലാതിരിക്കുവോ, അല്ല നിന്നെ കാത്തല്ല ഞാൻ നിന്നത്, എന്തായാലും നീ വന്ന സ്ഥിതിക്ക് നോക്കടോ ഇവന്റെ വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ശിവന്റെ വണ്ടി പരിശോധിക്കാനായിട്ട് അവരോട് പറഞ്ഞു. കോൺസ്റ്റബിൾമാര് പോയി ശിവന്റെ വണ്ടി പരിശോധിച്ചപ്പോഴേക്കും ശിവൻ ചോദിച്ചു, അല്ല സാറേ എന്താ കാര്യം, ഇതുവഴി ആരെങ്കിലും വരുന്നുണ്ടെന്ന് അറിഞ്ഞോ, എന്താ ഇങ്ങനെ ഒരു പരിശോധനയൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും ശിവന്റെ വണ്ടി പരിശോധിച്ചിട്ട് അവർ വേഗം വന്ന സോമശേഖരനോട് പറഞ്ഞു, ഏയ് ഇല്ലെന്നേ അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും ശിവൻ ചോദിച്ചു, ഓ അപ്പൊ കാര്യമായിട്ട് എന്തോ കോള് തടയുന്ന ഓർത്താ നിന്നാലേ, ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ എന്നെല്ലാം ശിവൻ സോമശേഖരനോട് പറയുന്നു. അല്ല ഇനിയിപ്പൊ എന്താ ചെയ്യുക, ഇങ്ങനൊരു അവസ്ഥയായി പോയല്ലോ, ഞാൻ അന്നേരത്തേക്ക് ഇതൊന്നും അറിയാതെയും പോയല്ലോ എന്നെല്ലാം ശിവൻ സോമശേഖരനോട് സംസാരിച്ചു.
എല്ലാം കേട്ട് കഴിഞ്ഞതും സോമശേഖരൻ ശിവനോട് പറഞ്ഞു, അതെ നീ നീ എന്റെ വഴിക്ക് പോകാൻ നോക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെ തന്നോടൊരു കാര്യം രഹസ്യമായിട്ട് പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും, നിന്റെ രഹസ്യം കേൾക്കാനാണോ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് സോമശേഖരൻ അന്വേഷിച്ചു. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അതെ നിങ്ങൾക്ക് കുറച്ച് സംഗതി തടയുന്ന കാര്യമാടോ, നീ വന്നേ, ഇവരൊക്കെ കേട്ടാലേ അത് പ്രശ്നമാ, അതുകൊണ്ട് പതിയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശിവൻ വേഗം ആ ജീപ്പിന് പിന്നിലേക്ക് സോമശേഖരനെ കൂട്ടിക്കൊണ്ടുപോയി. ജീപ്പിന്റെ പിന്നിലേക്ക് എത്തിയതും സോമശേഖരനോട് ശിവൻ ചോദിച്ചു, അല്ല ഞാനേ അവനെ കണ്ടിട്ടാ വന്നത്, ആ സജീവനെ അവന്റെ സ്പെയർ പാർട്സിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കൃത്യമായി റെഡിയാക്കിയിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. ആ വർക്ക്ഷോപ്പില് തന്റെ ആ ദൃക്സാക്ഷി ഉണ്ടല്ലോ കള്ളൻ, അവനെ കൊണ്ട് സത്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി പറയിപ്പിച്ചു. അപ്പോഴേക്കും അവൻ കാര്യം പറഞ്ഞു, താനേ 10,000 രൂപ അവന് കൊടുത്തിട്ടാണ് അവൻ മൊഴി പറഞ്ഞതെന്ന്. പക്ഷേ ആ 10,000 രൂപ താൻ എന്തായാലും കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ടെന്നും എനിക്കറിയാം. ആളാരാണെന്നൊന്നും എനിക്കറിയണ്ട, എനിക്കൊന്ന് മാത്രം അറിഞ്ഞാൽ മതി, തനിക്ക് എത്ര കിട്ടിയെന്ന്. ഇനി അതിന്റെ ബാക്കി ഞാൻ അങ്ങ് തരാൻ വേണ്ടിയാ വന്നത് എന്ന് പറഞ്ഞതും സോമശേഖരൻ പറഞ്ഞു, നീ ആരോടാ സംസാരിക്കുന്നത് മനസ്സിലായോടാ, നീ കളിയിറക്കാൻ വരല്ലേ, ഇത് ആള് വേറെ എന്ന് പറഞ്ഞ് സോമശേഖരൻ ശിവനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും, നീ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ ആണോടാ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ശിവന്റെ കർണത്തടിക്കുകയാണ് സോമശേഖരൻ. ഉടനെ ശിവൻ പറഞ്ഞു, അതെ താൻ ഇപ്പൊ കാണിച്ചതേ ഫൗളാ എന്ന് പറഞ്ഞതും ഉടനെ ശിവൻ സോമശേഖരനോട് പറഞ്ഞു, നിങ്ങൾ ഓരോ തവണയും ഓരോ ഫൗള് കാണിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ നിന്റെ ഈ തലയില് അത്രയ്ക്ക് വലിയ ചങ്കൂറ്റം ഉണ്ടോ എന്നോട് എതിർക്കാനായിട്ട്, നീയേ ആരോടാ കളിക്കുന്നതെന്ന് അറിയാവോടാ എന്ന് ചോദിച്ച് ശിവനോട്ട് ഒരു തള്ളു കൊടുത്തു. എടോ താൻ വേണ്ട, ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോ താൻ സമ്മതിക്കില്ലല്ലേ എന്ന് പറഞ്ഞ് ശിവൻ വീണ്ടും സോമശേഖരനെ പിടിച്ചു തല്ലുന്നു. അപ്പോഴേക്കും നോക്കിയിരുന്ന കോൺസ്റ്റബിൾമാർ അരികിലേക്ക് എത്തിയതും ഉടനെ ശിവൻ പറഞ്ഞു, ഒറ്റ ഒരെണ്ണം അടുത്തേക്ക് വന്നു പോകരുത്, ഇതേ ഇയാൾ എന്നോട് ചോദിച്ചു വാങ്ങിക്കുന്ന, ഇയാള് മനഃപൂർവ്വമാണ് തുടങ്ങി വെച്ചത്, ഈ നിങ്ങളുടെ ഏമാനാ ഇതിന് തുടക്കം ഇട്ടത്, അപ്പോ അതിനുള്ളത് അയാൾ വാങ്ങിച്ചു കൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശിവൻ സോമശേഖരനിട്ട് തലങ്ങും വിലങ്ങും തല്ലു കൊടുത്തു. അങ്ങനെ സോമശേഖരനെ അവിടെ ഇട്ട് ശിവൻ പെരുമാറുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് എത്തിയ ഐ ജി ആ കാഴ്ച കണ്ടത്. വേഗം പോലീസുകാരും ഐ ജിയും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ശിവനെ പിടിച്ചു മാറ്റി. എന്നിട്ട് ചോദിച്ചു, അതെ ഒരു പോലീസുകാരനെ ഇവിടെ നിർത്തി ഈ പട്ടാപ്പകല് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മറ്റൊരാൾ കയ്യേറ്റം ചെയ്യുന്നത് നോക്കി നിൽക്കുവാണോടോ താനൊക്കെ എന്ന് കോൺസ്റ്റബിൾമാരോട് ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ ശിവൻ പറഞ്ഞു, അതെ ഇയാള് മനഃപൂർവ്വം എന്റെ നേരെ ചാടിക്കയറിയതാണ്, എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ കുറ്റക്കാരൻ ആക്കാൻ നോക്കുന്നോ, ഇയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ശിവൻ ബഹളം ഉണ്ടാക്കി. ഉടനെ ശിവനെ ബലമായി പോലീസുകാർ പിടിച്ചുകൊണ്ട് നേരെ ജീപ്പിലേക്ക് കൊണ്ടുചെന്ന് കയറ്റുന്നു. ശിവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന കണ്ടപ്പോഴേക്കും ഇക്കാര്യം ശിവനെ അറസ്റ്റ് ചെയ്ത വിവരം അവിടെ നിന്ന നാട്ടുകാരെല്ലാവരും കാണുകയുമുണ്ടായി. അപ്പോഴാണ് ശാലിനി വിഷ്ണുവിന്റെ LIC പോളിസിയുടെ പ്രീമിയത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി, അതിന്റെ പ്രീമിയത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും അത് കംപ്ലീറ്റ് ആയതിന്റെ അടുത്ത ഫോർമാലിറ്റി എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയാനുമായിട്ട് നേരെ LIC ഓഫീസിലേക്ക് എത്തിയത്. അവിടുത്തെ ഓഫീസറുമായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി റെഡിയാക്കിയതിനു ശേഷം ശാലിനി, അപ്പോൾ ഇനി അധികം വൈകില്ലല്ലോ അല്ലേ, ഇനി വേറെ ഫോർമാലിറ്റി ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല മേഡത്തിന്റെ ആയതുകൊണ്ടാണ് ഇത് ഇത്ര വേഗത്തിൽ തന്നെ പേപ്പർ വർക്ക് പൂർത്തിയായത്, ഇനി അധികം താമസമില്ലാതെ തന്നെ എമൗണ്ട് കയ്യിലെത്തും മേഡം എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോഴാണ് കമല ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചത്. കോൾ എടുത്തതും എന്താ കമല എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞു. നീ കാര്യം പറ കമല എന്ന് പറഞ്ഞു. അതെ ശിവനാശാനെ പോലീസ് പിടിച്ചു, വീണ്ടും ആ സോമശേഖരൻ എന്തോ കള്ളക്കേസിൽ ആശാനെ കുടുക്കിയിരിക്കുക എന്ന് പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചതും അറിയില്ല ഏടത്തിയമ്മ എന്ന് പറഞ്ഞു. എന്നാ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ഫോൺ വെച്ചപ്പോഴേക്കും ഉടനെ ഓഫീസർ ചോദിച്ചു, എന്താ മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഇതിന്റെ ഫോർമാലിറ്റി എന്താന്ന് വെച്ചാൽ ഇനി അതിന് നടപടികൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ശാലിനി വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ശിവനെ സ്റ്റേഷനിൽ എത്തിച്ച് പോലീസുകാർ വട്ടം വളഞ്ഞു നിൽക്കുകയാണ്. കസബ ടീമിലുള്ള ആളുകളെയാണ് ശിവനെ സെല്ലിലേക്ക് കയറ്റിവിട്ടത്. അവർ ശിവനെ മുന്നിലേക്ക് വന്നു നിന്നത്, അപ്പോ നിങ്ങളെയൊക്കെ കൃത്യമായി ഇവിടെ ഏർപ്പാട് ചെയ്ത് കറക്റ്റ് ട്രാപ്പിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു സോമശേഖരൻ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവര് പറഞ്ഞു, അതെ ഈ കസബ ടീം സെല്ലില് ആളുകളെ
ഉരുട്ടി കൊലപ്പെടുത്തിയ കഥ വരെയുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, അതെ, ഏത് കസബ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ജാതകത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ശിവനെ ഒരു കാരണവശാലും പോലീസിന്റെ കയ്യാൽ മരിക്കില്ല എന്ന് ഒരു വരം ശിവന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ശിവൻ പോലീസുകാർക്കിട്ട് നല്ല പണി കൊടുക്കുമെന്നുള്ള ഒരു വരം കൂടി ഈ ശിവന്റെ ജാതകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ശിവൻ പൊട്ടിച്ചിരിക്കണം. അപ്പോഴേക്കും ശിവനെ ശരിക്കും ഒരു ദിവസം തന്റെ ലോക്കപ്പിൽ കിട്ടിയാൽ മതിയെന്നും ശിവനെ താൻ റെഡിയാക്കി എടുത്തോളാമെന്നുമായിരുന്നു അന്ന് സോമശേഖരൻ സുസ്മിതയോടും ഡേസിയോടുമായിട്ട് പറഞ്ഞത്. അങ്ങനെ മനഃപൂർവ്വം കണക്കൂട്ടലുകൾ നടത്തി കെണിയിൽ അകപ്പെടുത്തി ഇപ്പോ താൻ ആഗ്രഹിച്ചതുപോലെ സ്റ്റേഷനിൽ തന്നെ കിട്ടിയതായിരുന്നു ശിവനെ. അതുകൊണ്ട് തന്റെ ടീമിലുള്ള നന്നായി പെരുമാറാൻ അറിയാവുന്ന പോലീസിലെ ആളുകളെയായിരുന്നു, അവിടേക്ക് ഓഫീസർമാരെയായിരുന്നു കൃത്യമായി ശിവന്റെ സെല്ലിലേക്ക് സോമശേഖരൻ പറഞ്ഞയച്ചത്. എന്നാൽ അവിടെ വന്ന ആളുകൾ അവർ ചിന്തിച്ചതുപോലെയുള്ള ഒരു പെരുമാറ്റമായിരുന്നില്ല ശിവന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശിവനെ തല്ലാനായി അവർ ഒരു കൈ ഉയർത്തുമ്പോഴേക്കും വന്നു നിന്നിരുന്നവരുടെ എല്ലാം ഇരു കൈകളും ചവിട്ടി ഒടിക്കുന്ന രീതിയിലായിരുന്നു ശിവന്റെ പെരുമാറ്റം. അങ്ങനെ കസബ ടീമിൽ നിന്ന് വന്ന ആളുകൾ പോലും ശിവന്റെ തല്ലുകൊണ്ട് തരിപ്പണമായി. ഈ കാഴ്ച കണ്ടുകൊണ്ട് ശിവനെ ബലമായി ആ സെല്ലിലേക്ക് പിടിച്ചു കെട്ടിവെച്ച് കൈ രണ്ടും പിന്നിലേക്ക് ബന്ധിപ്പിച്ച് പോലീസുകാർ മാറി മാറി ശിവനെ മർദ്ദിച്ചു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ശാലിനി കൃത്യമായി തന്നെ കമലിനെയും കൂട്ടി സജീവന്റെ അടുത്തേക്ക് എത്തുകയും സജീവൻ പറഞ്ഞ ആ കള്ളക്കേസിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് മനസ്സിലാക്കിയതോടെ സജീവനെയും പിടിച്ചുകൊണ്ട് അതിന് യഥാർത്ഥ കാരണക്കാരനായ സോമശേഖരനാണ് ഇതിന്റെ യഥാർത്ഥ പ്രതിയെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അയാളാണെന്ന് മനസ്സിലാക്കിയ ശാലിനി സജീവന്റെ കർണത്തടിച്ച് സജീവനെയും കൂട്ടി നേരെ സ്റ്റേഷനിലെത്തുകയും റസാഖിന്റെ മുന്നിൽ വെച്ച് വിവരങ്ങൾ സജീവനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഒടുവിൽ ശിവനയോടുള്ള ദേഷ്യത്തിന്റെ പകയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ ശിവന്റെ മേൽ ഇങ്ങനെയൊരു കേസ് ആരോപിച്ച് ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നെന്ന് മനസ്സിലാക്കിയ റസാഖ് ശിവനെ സോമശേഖരൻ തന്നെ റിലീസ് ചെയ്യണമെന്നും ഇത് തനിക്കുള്ള പണിഷ്മെന്റ് കൂടിയാണെന്നും പറഞ്ഞ് ശിവനെ വീണ്ടും വീണ്ടും ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന സോമശേഖരന് സസ്പെൻഷൻ ഓർഡർ കൂടി കൊടുത്തിട്ട് ശാലിനി ശിവനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു.